ഗൈസ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെജിലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിലൊരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ആളെങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറും 11 വയസ്സ് പ്രായമുള്ള തൻ്റെ മകളെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നെജില രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആളുടെ ഉമ്മാനെ കുറ്റം പറയുന്നതും, ഉമ്മാനെ എനിക്കിഷ്ടമില്ല, ഉമ്മ അങ്ങനത്തെ സ്ത്രീയാണ്, ഇങ്ങനത്തെ സ്ത്രീയാണ്, മറ്റൊരു ഫാമിലിയെ വിളിച്ചിട്ട് സ്വന്തം മകളുടെ കുറ്റം പറഞ്ഞ ഒരു സ്ത്രീയാണ്, അങ്ങനത്തെ ഒരു ഉമ്മാനെ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ഇപ്പം ഈ മകള് ഈ പഞ്ചായത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെ ഷാന് ഉപദ്രവിച്ചു എന്നുള്ളതും അതുപോലെ തൊട്ടിൽ കയറിൽ മാതാവ് കെട്ടിത്തൂക്കി എന്നുള്ളൊക്കെ ഒരു മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മകളെ 11 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ ഇനി കാണേ വേണ്ട, ഞാൻ മരിച്ചാൽ പോലും കാണണ്ട എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന ഒരു സ്ത്രീയാണ് ഈ നെജില എന്ന് പറയുന്നത്. വെറും ചെറുപ്രായം, ഒരു 32 വയസ്സിൻ്റെ ഉള്ളിൽ 4 വിവാഹം കഴിച്ചു, 4 വിവാഹത്തിൽ 4 മക്കളും കിട്ടിയിട്ടുണ്ട്. അപ്പം 4ാമത്തെ ആൾ ഗർഭിണിയാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ആൾ കല്യാണം കഴിച്ച 4 ആളും മദ്യപാനികളാണ്. അപ്പം ഒരാളെ നമ്മൾ കല്യാണം കഴിച്ച് അയാൾ കുടിയനാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു ജീവിതം നമുക്ക് ഫ്ലോപ്പ് ആവാൻ കാരണം അതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തൊരു മാരീഡ് ലൈഫ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ക്യൂരിയസ് ആവണം അല്ലേ? ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈഫ് നല്ലതായിരിക്കണം. ഇനി ഒരു മദ്യപാനിയുടെയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിക്കുന്ന ആളുടെയോ കെണിയിൽ നമ്മൾ വീണ് പോകരുത്. കാരണം നമുക്ക് ആദ്യ ഭർത്താവിലുള്ള മക്കളും കൂടി ഉള്ളതാണെന്നുള്ളൊരു ബോധം, ആ ഒരു ബോധം പോലും ഇല്ലാണ്ട് 4ാമതും ഒരു കള്ളുകുടിയനെ തന്നെ കല്യാണം കഴിച്ച നെജിലയെ ശരിക്കും നമ്മൾ എടുത്തിട്ടടിക്കണ്ടേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അത്രക്കും ബോധമില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ ആ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു 4ാമതും ഒരു മദ്യപാനിയെ തന്നെ കല്യാണം കഴിക്കും എന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം ആള് തീരെ മക്കളെ പറ്റിയിട്ടോ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ കൺസേൺ അല്ല. ആളാകെ നോക്കിയത് ആളുടെ അപ്പത്തെ ആവശ്യം, ആ ഒരു സമയത്ത് ആളുടെ നീഡ് കഴിയാന്നുള്ളത് മാത്രമായിരുന്നു ആളുടെ അപ്പത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു നിയമം പ്രകാരം കുട്ടി നെജിലയുടെ മാതാപിതാക്കളുടെ കൂടെയാണ് പോയിട്ടുള്ളത്. അവരുടെ കൂടെ ആയിരിക്കും താമസിക്കുക. പിന്നെ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എന്തൊക്കെയാ പറയുന്നത്? ആ കുട്ടിയെ കാണണ്ട, അവളെ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നോക്കിയ കണക്ക് മൊത്തം ആ സ്ത്രീ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം നെജില മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കുട്ടികളെ ഈ ഒരു സൊസൈറ്റീൻ്റെ മുമ്പിൽ യത്തീമല്ലാത്തൊരു കുട്ടിയെ യത്തീമെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് പിരിവ് നടത്തിയിട്ടാണ് ഇത്രയും കാലം ഈ ഒരു നെജില പണം പിരിച്ചതും. നെജില യത്തീം എന്ന് പറയുമ്പം എന്താണ്? മാതാവും പിതാവും ജീവിച്ചു, അല്ലെങ്കിൽ പിതാവെങ്കിലും മരണപ്പെട്ട ഒരു കുട്ടിയല്ലേ നമ്മൾ യത്തീമെന്ന് പറയാം. അപ്പം ഈ മക്കൾക്ക് പിതാവുണ്ട്, പിതാവുള്ള മക്കൾ യത്തീമല്ലല്ലോ. അപ്പം യത്തീമല്ലാത്ത മക്കളെ യത്തീമെന്ന് പറഞ്ഞ് മുദ്ര കുത്തി പിരിവ് നടത്തി, മക്കൾക്ക് അതില്ല, ബാഗില്ല, ബുക്കില്ല എന്ന് പറഞ്ഞ് സൂപ്പർ ചാറ്റ് വാങ്ങി ലൈവ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ മക്കളെ നെജില ഇത്രയും കാലം പോയിട്ടുണ്ടായിട്ടുള്ളത്. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന പിരിവ് പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് അവളിപ്പം ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും സങ്കടമാണ്, കുട്ടീനെ കാണാത്തതിലുള്ള സങ്കടമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം 4ഉം 5ഉം ലൈവ് ഇടാനും കഴിയോ? 4ഉം 5ഉം ലൈവ് ഇട്ട് ഒരു 5-6 വീഡിയോ ചെയ്ത് അതിനെ കണ്ടന്റ് ആക്കാനും പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറ, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറ. ഈ കമൻ്റ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, വിട്ടികളാകരുത്, വീണ്ടും വിട്ടികളാകരുത്. ഇടയ്ക്ക് പോകുന്ന ഷാൻ, പിന്നെ വരുന്നു ഷാൻ, വീണ്ടും ഷാൻ പോകുന്നു, ഷാൻ പോകുമ്പോൾ ചാനലിൻ്റെ പേര് നെജില മസ്റൂറ, ഷാൻ വരുമ്പോൾ നെജില ഷാൻ, ഇങ്ങനെ കളിക്കുക. ഏർണിങ്സ് വരുമ്പം ഷാൻ വരും, അടിച്ചു പൊളിക്കും, ഏർണിങ്സ് കുറയുമ്പം ഷാൻ പോകും. എടോ, ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ്, നിങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുക, ജനങ്ങളെ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഒരു പണിയും ഇല്ലാണ്ട് രാവിലെ മുതൽ ലൈവ് വീഡിയോ ഇത് മാത്രം മാറി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അത്. ഒരു കുട്ടിയുടെ ഭാവി അത് വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് ഒരുപാട് പങ്കുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ അഷ്കർ അഖില അല്ലേ, അവരുടെ ഒരു ഉമ്മയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ന്യൂസ് ചാനലിൽ. അതിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ അഷ്കറൊക്കെ അങ്ങനെ ആകാൻ കാരണം തന്നെ ആ ഒരു സ്ത്രീയാണ്. അവരൊന്നും ഒരു സ്ത്രീ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. അതേ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ഒരാളാണ് നെജില എന്ന് പറയുന്നത്. അപ്പം ഇനിയും വിട്ടികളാകാതിരിക്കുക, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മക്കളുടെ ഭാവി, അവരെവിടെയാണോ സുരക്ഷിതരായിട്ടുള്ളത് അവരവിടെ തന്നെ നിൽക്കട്ടെ.
ഇപ്പം ഭയങ്കരമായിട്ട് ഈച്ചയും അടയും പോലെ ഒട്ടി നിൽക്കുന്ന നെജിലയും ഷാനിനെയും ഒരു ആഴ്ചയുടെ ഉള്ളിൽ അടിച്ചു പിരിഞ്ഞ് 2 വൈക്കായി പോകുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.